ഈറ്റയിലോട് ചിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്താ സിഗരറ്റാണ് ലഹരി, കള്ളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പം വായിക്കണം പഠിക്കണം എന്ന് തോന്നുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുസ്തകം തുറക്കണം, വായിക്കണം, പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാ? ഭാഗ്യം, പഠിപ്പൊരു ലഹരിയല്ല എന്ന് പറഞ്ഞ മനസ്സിലായിക്കല്ലോ നിങ്ങൾക്ക്. ഈ കുട്ടികൾക്ക് പുസ്തകം കാണുമ്പോൾ വായിക്കാനും എഴുതാനും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പഠിപ്പൊരു ലഹരിയല്ല. അപ്പോൾ എന്താണ് ഈ ബാപ്പ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാപ്പയും ഉമ്മയുമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. കുട്ടിയോട് പഠിപ്പൊരു ലഹരിയാണെന്നും കളിയൊരു ലഹരിയാണെന്നും പാട്ടുപാടൽ ലഹരിയാണെന്നും നിങ്ങൾ പഠിപ്പിച്ചോ? നിങ്ങൾ പഠിപ്പിച്ചെന്താ? സിഗരറ്റാണ് ലഹരി, കള്ളാണ് ലഹരി, അരുത് ലഹരി. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടാ? ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളെ കാണണം കാണണം എന്ന് തോന്നുന്നുവെങ്കിൽ മക്കളല്ലേ ലഹരി? 4 പേർക്കും വീട്ടിലേക്ക് പോകണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ വീടല്ലേ ലഹരി? പിന്നെ ഇതൊന്നും എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? ലഹരി അരുത് എന്ന് പറഞ്ഞിട്ട് മെഴുകുതിരിയും ഇങ്ങനെ കൈപിടിച്ച് ജാതി നടത്തുന്നത് എന്താ അടിസ്ഥാനത്തിലാണ്? ഭർത്താവ് അരുത് എന്നാണോ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്? നിങ്ങളെ വീട് വേണ്ട എന്നാണോ നിങ്ങൾ മുദ്ര? അതുകൊണ്ടാണ് പോലീസ് ജീവിതത്തിൽ ഇത്രയേറെ അനുഭവ പാരമ്പര്യമുള്ള പോലീസ് ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ ഒരിക്കലും ലഹരി വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പോലീസ് ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ പോലീസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ജീവിതമാണ് ലഹരി, ജീവിതം ആകണം ലഹരി.